ഇന്ന് നമ്മൾ നന്ദി പറയുന്നത് ജലത്തിനാണ്. വെള്ളത്തിന് നന്ദി പറയാൻ വളരെ ആഴമുള്ള കാരണങ്ങളുണ്ട്. ശരീരത്തെ വെള്ളം നിർത്തുന്നത് എങ്ങനെയെന്ന് ലളിതമായി പറഞ്ഞാൽ, വെള്ളം ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കാൻ സഹായിക്കുന്നു, ജോയിന്റുകൾക്ക് ലൂബ്രിക്കേഷൻ നൽകുന്നു, സ്പൈനൽ കോഡ് പോലുള്ള ഡെലിക്കേറ്റ് ടിഷ്യൂസിനെ സംരക്ഷിക്കുന്നു, മലം, വിയർപ്പ്, മൂത്രം എന്നിവ വഴി വേസ്റ്റ് പുറത്താക്കാൻ സഹായിക്കുന്നു, ദഹനപ്രക്രിയയ്ക്ക് സഹായിക്കുന്നു, സലൈവ, ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ് എന്നിവ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. ശരീരത്തിലെ സെല്ലുകള്, ടിഷ്യൂസ്, ഓർഗൻ എന്നിവയെല്ലാം നന്നായി പ്രവർത്തിക്കുവാൻ വെള്ളം അനിവാര്യമാണ്. ശരീരത്തിൽ വെള്ളം കുറയുമ്പോൾ ഡീഹൈഡ്രേഷൻ വരാം, നിർജ്ജലീകരണം. അപ്പോൾ ശരീരം പതിവ് പോലെ പ്രവർത്തിക്കുവാൻ ബുദ്ധിമുട്ടും. ചൂട് കൂടുമ്പോൾ, കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ, പനി ഉണ്ടാവുമ്പോൾ, ഡയേറിയ, വോമിറ്റിംഗ് പോലുള്ള സാഹചര്യങ്ങളിൽ വെള്ളത്തിൻ്റെ ആവശ്യം കൂടും. അതിനാൽ വെള്ളത്തിന് നന്ദി പറയുന്നത് വെറും ഒരു പോയറ്റിക് ഐഡിയ അല്ല, വളരെ പ്രാക്ടിക്കലായ കാര്യമാണ്. കാരണം ഓരോ നിമിഷവും അത് നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഒരു സൈലന്റ് വർക്കർ പോലെ ജോലി ചെയ്യുന്നുണ്ട്. ആ പഴയ ഹീറോ തന്നെ ശമ്പളമൊന്നും ചോദിക്കുന്നില്ല, പക്ഷേ സ്ട്രൈക്ക് വന്നാൽ ശരീരം നോട്ടീസ് ചെയ്യും. നിങ്ങൾക്ക് വെള്ളത്തിന് നന്ദി പറയാൻ സാധിക്കണം. എൻ്റെ ശരീരത്തിലെ ഓരോ കോശത്തെയും ജീവനോടെ നിലനിർത്തുന്ന വെള്ളമേ നന്ദി. എൻ്റെ ശരീരത്തിലെ ചൂട് തുല്യമായി നിലനിർത്തുവാനും ഓരോ അവയവങ്ങളും സുഖമായി പ്രവർത്തിക്കുവാനും സഹായിക്കുന്ന ജലത്തിന് നന്ദി. എൻ്റെ രക്തപ്രവാഹത്തിനും ദഹനത്തിനും ശുദ്ധീകരണത്തിനും എൻ്റെ ജീവപ്രവാഹത്തിനും കൂട്ടായ വെള്ളമേ നന്ദി. എൻ്റെ ക്ഷീണമിളക്കിയും ഉള്ളിലെ വരൾച്ച പകരുകയും ശരീരത്തെ പിന്തുണയ്ക്കുകയും ചെയ്ത വെള്ളമേ നന്ദി. ഞാൻ കുടിക്കുന്ന ഓരോ തുള്ളിക്കും എൻ്റെ ശരീരത്തിൽ ജീവൻ നിറയ്ക്കാൻ കഴിയുന്നു, വെള്ളമേ നന്ദി. ഇങ്ങനെ ചെറിയ ചെറിയ പ്രാക്ടീസുകൾ നമുക്ക് ചെയ്യാം. ഒപ്പം നമ്മുടെ കുട്ടികളെയും വെള്ളത്തിൻ്റെ പ്രാധാന്യം അറിയിച്ചു വേണം വളർത്താൻ. വെള്ളം കുടിക്കുന്നതിൻ്റെ പ്രാധാന്യം അറിയിക്കുന്നതോടൊപ്പം മലിനജലം ശരീരത്തിന് ഒരുപാട് ദോഷം ചെയ്യുമെന്നും അതുകൊണ്ട് ജലം മലിനമാക്കാതെ ഇരിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണെന്നും നമ്മൾ മക്കളെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. ഒരു കപ്പ് കയ്യിലെടുക്കൂ, ഒരു നിമിഷം അതിൽ നോക്കൂ, പിന്നെ ഉള്ളിൽ പറയൂ, ഈ വെള്ളം എൻ്റെ ശരീരത്തെ ബാലൻസ് ചെയ്യട്ടെ, എൻ്റെ കോശങ്ങൾക്ക് ഊർജം നൽകട്ടെ, എൻ്റെ മനസ്സിന് ശാന്തി നൽകട്ടെ. ആദിമ സാന്നിധ്യമായിരുന്നു വെള്ളം. എൻ്റെ ഉള്ളിൽ പ്രവഹിക്കുന്ന വെള്ളമേ എന്നെ ശുദ്ധീകരിക്കൂ, ശാന്തമാക്കൂ, നിലനിർത്തൂ. നന്ദി. ദാഹം തീർക്കാൻ മാത്രമല്ല വെള്ളം വേണ്ടത്, ശരീരത്തെ താങ്ങി നിർത്തുന്ന നിശബ്ദ ശക്തിയാണ് വെള്ളം. അതുകൊണ്ട് നന്ദി പറയൂ. പക്ഷേ വെള്ളമില്ലാത്തൊരവസ്ഥ വന്നാലോ, ശുദ്ധജലം കിട്ടാത്ത ഒരവസ്ഥ വന്നാലോ, നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ചായിരിക്കണമെന്ന് സാരം. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു. നാളെ മറ്റൊരു വിഷയവുമായി കാണാം.